السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം സംരക്ഷിച്ച് യഥാർത്ഥ ഭക്തിയുള്ളവരിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കണേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്തുൻ നജ്മിലെ 52 മുതൽ 56 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി നമുക്ക് ഈ അധ്യായം ക്ലോസ് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖൗമ നൂഹിൻ മിൻ ഖബ്ൽ ഇന്നഹും കാനൂ ഹും അദ്ലമ വഅത്ഗാ വൽ മുഅ്തഫികത അഹ്വാ فغشاها ما غشا فبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. വഖൗമ നൂഹിൻ മിൻ ഖബ്ൽ, മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെയും അഥവാ അതിൻ്റെ മുമ്പുള്ള വചനങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാണ്. ആദ് സമുദായത്തെ അഹ്ലക്ക നശിപ്പിച്ചു, സമൂദ് സമുദായത്തെ നശിപ്പിച്ചു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെയും നശിപ്പിച്ചു. അതാണ് വഖൗമ നൂഹിൻ മിൻ ഖബ്ൽ ഇന്നഹും കാനൂഹും അദ്ലമ വഅത്ഗാ, അവർ അക്രമകാരികളും പരിധി വിട്ടവരുമായിരുന്നു. ലമ്മാ തഗൽ മാഉ അമൽനാക്കും ബിൽജാരിയാണ്. അവർ പരിധി വിട്ടപ്പോ അവർക്ക് മേൽ അള്ളാഹു
വെള്ളത്തിന്റെ പ്രളയത്തിന്റെ കെട്ടുകൾ അഴിച്ചുവിട്ട് വെള്ളത്തെ പരിധി വിട്ട് എന്നാണ്. വെള്ളത്തിന്റെ പരിധിയാണ് അവരിൽ അതിക്രമിച്ച് കയറിയത്, വിട്ടത്. അതേപോലെ തന്നെ വൽ മുഅ്തഫികത അഹ്വ, കീഴ്മേൽ മറിക്കപ്പെട്ടു. കീഴ്മേൽ മറിക്കപ്പെട്ട ആ ജനതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത, ആ രാജ്യത്തെ തന്നെ അഹ്വ അവൻ വീഴ്ത്തിക്കളഞ്ഞു. ഫഗശ്ശാഹാ മാ ഗശ്ശ, എന്നിട്ട് ആ നാടിനെ ആവരണം ചെയ്യേണ്ടതെല്ലാം ആവരണം ചെയ്തു. ഘോര ശബ്ദവും അഗ്നി കൊണ്ടുള്ള ചരൽ മഴ വർഷിച്ചതും കീഴ്മേൽ മറിച്ചതും, അതാണ് എല്ലാ അർത്ഥത്തിലുമുള്ള കൊടും കാറ്റും കടുത്ത മഴയും എല്ലാം കൂടി വന്നു. അതാണ് ഫഗശ്ശാഹാ മാ ഗശ്ശ. ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറ, മനുഷ്യ, ഇങ്ങനൊക്കെയായിട്ടും നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെ കുറിച്ചാണ് നീ സംശയിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതൊന്നുമില്ലാതെ സുഖസുന്ദരമായിട്ട് നിനക്കിവിടെ ജീവിക്കാൻ കഴിയുന്ന ആ സ്രഷ്ടാവിന്റെ അനുഗ്രഹങ്ങളെ ഇനിയും നീ സംശയിക്കുകയാണോ എന്നാണ്. ഹാദാ നദീറും മിനൻ നുദരിൽ ഊല, എന്നാൽ അറിയണം, ഹാദാ നദീർ, ഇതൊരു വാണിംഗ് ആണ്. മിനൻ നുദുരിൽ ഊല, പൂർവികരായ ഇപ്പറഞ്ഞ ആളുകൾക്കൊക്കെ സംഭവിച്ച ഈ സംഭവങ്ങൾ, ഈ ചരിത്രങ്ങള് നിനക്ക് മുമ്പിൽ എടുത്തു കാണിക്കുന്നത് അവർക്ക് സംഭവിച്ച ധാർമ്മികമായ അധപ്പതനം നിന്നിൽ സംഭവിച്ചാൽ സമാനമായ ശിക്ഷകള് നിങ്ങളെയും പിടികൂടും എന്നതിനുള്ള വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ് ഇത് എന്നുള്ളതാണ്. അസിഫത്തില്ല ആസിഫ, പെട്ടെന്ന് ഖുർആൻ മറ്റൊരു ശൈലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അസിഫത്തില്ല ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതദ്ഹകൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ. അസിഫത്തിൽ ആസിഫ, അതെ, ആ സംഭവം അതിതാ ആസന്നമായിരിക്കുന്നു. ആസിഫത്തിൽ ആസിഫ, ആസന്നമായ ആ സംഭവം അതിതാ ആസന്നമായിരിക്കുന്നു. അൽ ആസിഫ എന്ന് പറഞ്ഞാൽ ഇഖ്തറബ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തു, ഇഖ്തറബ സമീപസ്ഥമായിരിക്കുന്നു, ഖരീബ്. അള്ളാഹുവിനെ കുറിച്ച് ഫഇന്നീ ഖരീബ്, ഞാൻ അടുത്ത് തന്നെയുള്ളവനാണെന്ന് പറയുന്നുണ്ട്. ആസിഫ, അസിഫത്ത് അന്ത്യനാളിന്റെ ഒരു പേരാണത്. യൗമുൽ ആസിഫ, ആസന്നമായ ദിനം. ഇഖ്തറബത്തിസ് സാഅ, അതാണ് യൗമുൽ ആസിഫ എന്ന് പറഞ്ഞാൽ. അന്ത്യസമയം അടുത്തിരിക്കുന്നു. യൗമുൽ ഹിസാബ്, വിചാരണ ദിനം. യൗമുൽ ഖുലൂദ്, ശാശ്വതമായ ദിനം. യൗമുൽ ഖിയാമ, അന്ത്യദിനം. യൗമുൽ തഗാബുൻ, നഷ്ടം വെളിപ്പെടുന്ന ദിനം. അതേപോലെ തന്നെ യൗമുൽ ഹാഖ, യഥാർത്ഥ സംഭവം. അൽ ഹാഖത്തു മൽ ഹാഖ. യൗമുൽ സൽസല, പ്രകമ്പനം കൊള്ളുന്ന ദിനം. യൗമുൽ ഖാരിഅ,
ഖാരിഅ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്. കാഹളത്തിൽ ഊതുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. ഇങ്ങനെ ഒരുപാട് പേരുകൾ അന്ത്യനാളിനുണ്ട്. അതിൽപ്പെട്ടൊരു പേരാണ് അൽ ആസിഫ. അതായത് ഇതിന്റെ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അൻദിർഹും യൗമൽ ആസിഫ. യൗമുൽ ആസിഫയെ കുറിച്ച് നബിയെ താങ്കൾ അവർക്ക് താക്കീത് നൽകണം. സൂറത്ത് ഗാഫിർ മുഅ്മിൻ എന്ന അധ്യായം. ഗാഫിർ എന്ന പേരും മുഅ്മിൻ എന്ന പേരുമുണ്ട് അദ്ദേഹത്തിന്. അതിലെ 18-ാമത്തെ വചനത്തിൽ കാണാം, അൻദിർഹും യൗമൽ ആസിഫ. അവരുടെ തൊട്ടടുത്തുള്ള ആ ദിനത്തെക്കുറിച്ച് അവർക്ക് നീ വാണിംഗ് നൽകൂ. അതാണ് ഹാദാ നദീറും മിനൻ നുദുരിൽ ഊല അസിഫത്തിൽ ആസിഫ. ഈ രണ്ട് വചനങ്ങളെ സമാനമായ മറ്റൊരു വചനമാണിത്. വഅൻദിർഹും യൗമൽ ആസിഫ. എന്താണ് ആ ദിനത്തിന്റെ പ്രത്യേകത? ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ. ഭയം കൊണ്ട് അവരുടെ ഹൃദയങ്ങളൊക്കെ തൊണ്ടക്കുഴിയിലേക്ക് കയറി വരും. കാളിമീൻ, പേടിച്ച് വിറച്ച് അതങ്ങനെ കടിച്ചമർത്തി ഭയവിഹ്വലരായി നിൽക്കുന്ന ദിനം. മാലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാ. അക്രമകാരികൾക്ക് അന്ന് ഒരു മിത്രവും ഉണ്ടാവുകയില്ല. അവർ പറഞ്ഞാൽ അവർക്ക് ശുപാർശ ചെയ്ത് അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകനും ഉണ്ടാവുകയില്ല. ഇവിടുന്ന് വലിയ വീമ്പിളക്കും അല്ലേ, നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ അവിടെ മഹാന്മാര് കാത്തിരിക്കുക എന്നൊക്കെ പറയും. പക്ഷേ അവരൊന്നും അവിടെ കാണൂല. നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്മാർ പോലും അവിടെ നിൽക്കുന്നത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി മിൻ അബീഹി വ ഉമ്മിഹി വ അബീഹി. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി വ ഫസീലതിഹി അല്ലതി തുവീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. മനുഷ്യൻ പേടിച്ച് തൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും മക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും രക്തബന്ധുക്കളിൽ നിന്നും നമുക്ക് അഭയം നൽകി നമുക്ക് തെറ്റിന് കുടപിടിച്ചൂടി തന്നിരുന്ന കൂട്ടുകാരിൽ നിന്നും എല്ലാം ഓടിക്കളയുന്ന ദിവസം. കാരണം ലിക്കുല്ലിംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. തൻ്റെ കാര്യം തന്നെ കട്ടപ്പുകയാണ്. പിന്നെ എങ്ങനെയാ മറ്റൊരാളെ പരിഗണിക്കുക? അതിന് കഴിയില്ല. ആ ദിവസത്തെക്കുറിച്ച് ഹാദാ നദീർ, ഇതാ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. ആ ദിനം കൊണ്ട് വന്നാൽ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. അതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഒരു മഖ്ലൂഖിനും കഴിയില്ല. ലൈസ ലഹ, ആ ആസന്നമായ സംഭവത്തിനില്ല, മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ കാശിഫത്തുൻ, അതിലെ നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റുന്ന, അതിൽ നിന്ന് നിങ്ങൾക്ക് തുറവി നൽകുന്ന. കശഫ എന്ന് പറഞ്ഞ വെളിവായുന്ന, കശാഫ്. അപ്പൊ ആ പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറവി നൽകുന്ന, മോചനം നൽകുന്ന, അതിനെ പ്രതിരോധിക്കുന്ന എന്നൊക്കെ പറയാം. ഒരാളുമില്ല നമ്മുടെ കർമ്മങ്ങളല്ലാതെ, നമ്മുടെ പ്രാർത്ഥനകളല്ലാതെ. അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ഉപദ്രവത്തെ തടുക്കാൻ അവന് മാത്രമേ കഴിയൂ. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما حكمت ولا ينفع ذا الجد منك الجد. നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന പ്രാർത്ഥനയുടെ ആശയം അതാണ്. വഇയുരിദുക ബിഖൈരിൻ, നമുക്ക് അള്ളാഹു തിന്മ ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാനും അവന് മാത്രമേ കഴിയൂ. അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിച്ചാൽ അത് നിനക്ക്
നൽകാനും അവന് മാത്രമേ കഴിയൂ. ഫലാ റാദ്ദ ലിഫളിഹി, അത് തടുക്കാൻ ഒരാളുമില്ല. യുസീബു ബിഹി മൻ യശാ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. സൂറത്ത് യൂനുസിലെ 107-ാമത്തെ വചനത്തിൽ കാണാം. അവനുദ്ദേശിക്കുന്നവർക്ക്, അവന്റെ അടിമകളിൽ നിന്ന് അവനുദ്ദേശിക്കുന്നവർക്ക് ആ അനുഗ്രഹങ്ങൾ അവൻ ആസ്വദിപ്പിക്കും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കിടെ പ്രസക്തിയിലായ റുദ്ദുൽ ഖളാഅ ഇല്ലാ അദ്ദുആ. അത്തരം ഭയാനകമായ അവസ്ഥകളിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് രക്ഷ നൽകും. നമ്മുടെ പ്രാർത്ഥന 3 രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. മാമിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫിഹാ ഇത്മുൻ വലാ ഖതിഅത്തു റഹിം. കുടുംബബന്ധം വിച്ഛേദിക്കാൻ അല്ലെങ്കിൽ പാപം ചെയ്യാൻ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് എന്നാണ്. ഒന്നുകിൽ അത് 3 രൂപത്തിൽ വരും. പ്രാർത്ഥിച്ച കാര്യം ഉടനെ നൽകിയേക്കാം, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ പ്രതിഫലം അവന്റെ പരലോകത്തേക്ക് മാറ്റിവെക്കാം. അതല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന വമ്പൻ വിപത്തുകളിൽ നിന്ന് ഈ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു നമ്മെ സംരക്ഷിച്ചേക്കാം. നമ്മൾ പ്രാർത്ഥിച്ചത് വരാനിരിക്കുന്ന ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കില്ല, വേറെ വല്ല കാര്യങ്ങൾക്കായിരിക്കും. രോഗം മാറ്റിത്തരണേ, കുട്ടികളെ തരണേ, നല്ല ജോലി തരണേ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അള്ളാഹു തടുത്തതോ വൻ അപകടങ്ങളിൽ നിന്നായിരിക്കും. അത് ഈ താഴ്മയുടെയും വിനയത്തിന്റെയും പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുന്ന, ദുനിയാവിൽ നൽകുന്ന പ്രതിഫലമാണ്. അപ്പൊ എല്ലാ പടച്ചവനിൽ നിന്ന് വരുന്നതിനെ തടുക്കാൻ പടച്ചവന് മാത്രമേ കഴിയൂ. അതിനാണ് പ്രാർത്ഥന. ആ പടച്ചവൻ അത് നമ്മിൽ നിന്ന് തടുക്കും എന്നുള്ളത് കൊണ്ട്. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. അപ്പൊ ഭയാനകമായ ആസന്നമായ ആ സംഭവത്തെ കുറിച്ച് താക്കീത് നൽകുന്നു. അതിൽ നിന്ന് നിങ്ങളെ തടയാൻ അല്ലാഹു അല്ലാത്തൊരാൾക്കും കഴിയില്ല. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ. ഇത്തരം ഭയാനകമായ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് അത്ഭുതം കൂറുകയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സമീപസ്ഥമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാനിരിക്കുന്നത്. പക്ഷെ അവർ ആശ്ചര്യപ്പെടുകയാണ്. എന്ത് നടക്കാത്ത സുന്ദരമായ സ്വപ്നം. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി അവരെ വിളിച്ചുകൂട്ടിയപ്പോ അവർ പറഞ്ഞ മറുപടിയാണ് ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇതാ ഈ പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ അവിശ്വസിക്കുമോ? അവർ പറയുന്നു ഒരിക്കലും അവിശ്വസിക്കൂല. കാരണം താങ്കൾ അൽ അമീനാണ്, സത്യമല്ലാതെ ആ നാവിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ലോ. എങ്കിൽ ഇന്നി നദീറുൻ ബൈന യദൈ അദാബിൻ ശദീദ്, അന്ത്യനാളിനെ കുറിച്ചുള്ള വ്യക്തമായ താക്കീത് ഞാനിതാ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ഹാദാ ശൈഉൻ ഉജാബ്, ഇതെന്തൊരത്ഭുതം, ഇതൊരിക്കലും സംഭവ്യമല്ല. സൂറത്തു ഖാഫിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബൽ ആജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. അവർ അത്ഭുതപ്പെട്ടു. അവരിൽ നിന്ന് തന്നെ ഒരു വാണിംഗുകാരൻ വന്ന് അവരെ ഈ പരലോകത്തെക്കുറിച്ച് താക്കീത് നൽകിയപ്പോ അവർ പറഞ്ഞു ഇതെന്തൊരു അത്ഭുതമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്. അഇദാ മിത്നാ വകുന്നാ തുറാബ ദാലിക റജഉൻ ബഈദ്. ഞങ്ങളൊക്കെ മരിച്ച്
മണ്ണ് ആയി. അതേപോലെ തന്നെ വഹിയ റമീം, നുരുമ്പിപ്പോയ എല്ലുകളായി ദ്രവിച്ചു പോയാൽ വീണ്ടും മടക്കി കൊണ്ടുവരിക എന്നത് ഉബയ്യ് ഇബ്നു ഖലഫ് ചെയ്ത പണി അതാണ്. നുരുമ്പിപ്പോയ എല്ലുകളെ പൊടിച്ച് ഊതിക്കളഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, ഇതെങ്ങനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും? ആ മടക്കം തികച്ചും അസംഭവ്യമാണ്. അതാണ് അവർക്ക് അത്ഭുതമായി. ഇങ്ങനെ ദ്രവിച്ചു പോയ എല്ലുകളെ എങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന് സാധിക്കും? അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, ഖുൽ കൂനു ഹിജാറത്തൻ ഔ ഹദീദൻ ഔ അക്ബറു മിമ്മാ ഫീ നുഫൂസിക്കും. നിങ്ങൾ ഇനിയായി എല്ലാ വേണ്ട, അത് പൊടിഞ്ഞ് ദ്രവിച്ചു പോയി എന്ന് പറയണ്ടല്ലോ, അത് സിമ്പിളാണ്. അതിനേക്കാൾ വലിയ കല്ലുകളായാലും അതിനേക്കാൾ കട്ടിയുള്ള ഇരുമ്പുകളായാലും ആരാണോ ആദ്യം നിങ്ങളെ സൃഷ്ടിച്ചത് അവൻ തന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. സൂറത്ത് ഇസ്രാഈൽ അല്ലാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും അത്ഭുതപൂർവ്വ അസംഭവ്യമാണെന്ന് വിചാരിക്കേണ്ട വിഷയമല്ല. പക്ഷെ അവരോ വതദ്ഹഖൂന വലാ തബ്കൂൻ. തദ്ഹഖൂൻ, അവര് പ്രവാചകനെ പരിഹസിച്ചു ചിരിക്കുകയാണ്, വിശ്വാസികളെ പരിഹസിച്ചു ചിരിക്കുകയാണ്. വിശ്വാസികൾ അവരുടെ മുന്നിലൂടെ നടക്കുമ്പോൾ അവർ കളിയാക്കുകയാണ്. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ. വിശ്വാസികളെ കാണുമ്പോൾ ഈ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ആളുകൾ കളിയാക്കി ചിരിക്കും. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ. അവരുടെ മുന്നിലൂടെ വിശ്വാസികൾ നടക്കുമ്പോൾ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കും, കളിയാക്കിയിട്ടുള്ള ഒരു ആംഗ്യം. അവർ അവരുടെ കുടുംബത്തിലേക്ക് വളരെ സന്തുഷ്ടരായി തിരിച്ചു പോവുകയാണ്. കാരണം ശാശ്വതമായ ജീവിതം ഇവിടെ തന്നെയാണ് എന്ന മൂഢധാരണയിൽ. വിശ്വാസികൾ കണ്ടാലോ പിഴച്ചവായപ്പോർ, ഒരിക്കലും നടക്കാത്ത ലോകത്തെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ. എന്നാൽ ഇതിന് പകരമായിട്ട് ഫല്യവുമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. വിശ്വാസികൾ പരലോകത്ത് ഇത് സംഭവിച്ചു കഴിയുമ്പോൾ, അതാണ് യൗമുൽ ഹാഖ, അൽ ഹാഖ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ, അന്ന് തങ്ങൾ മൂഢധാരണയിലായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇതിൽ യഖീനുണ്ടായിരുന്ന ആളുകൾ അവരെ നോക്കി ചിരിക്കും. അതാണ് ഹൽ തുവ്വിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. വിശ്വാസികൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല മറുപടി അത് തന്നെയാണ്. അപ്പൊ ഇന്ന് കളിയാക്കി ചിരിച്ചതിന് നാളെ പരലോകത്ത് വിശ്വാസികൾ അവരെ കളിയാക്കി ചിരിക്കും. വതദ്ഹഖൂൻ, അവരിപ്പോ കളിയാക്കട്ടെ. വലാ തബ്കൂൻ, അവർക്ക് കരയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ബദൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് സൂറത്തു ഹജ്ജിലെ വചനങ്ങൾ അവതരിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഇൻതഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ സഹാബികൾ പൊട്ടിക്കരഞ്ഞു എന്നാണ്. അവർ കയറി ഇരുന്ന് യാത്ര ചെയ്തിരുന്ന മൃഗത്തിന്റെ പുറത്ത് നിന്ന് വീണുപോയി അവർ എന്നാണ്. അത്രമാത്രം വലിയ ആ ഭയാനകതയെക്കുറിച്ച് അവർ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലും വതദ്ഹഖൂന വലാ തബ്കൂൻ എന്ന ആയത്ത് കേട്ടപ്പോഴും അവർ കരഞ്ഞിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ലാ യലിജുന്നാറ ബക്കാ മിൻ ഖശിയത്തില്ലാ, ലാ യലിജുന്നാറ മൻ ബക്കാ മിൻ ഖശിയത്തില്ലാ വലാ യദ്ഖുലുൽ ജന്നത മുസിറുൻ അലാ മഅസിയഹ്.
അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. കണ്ണ് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കണ്ണിന്റെ ഉടമ, അല്ലാതെ കണ്ണ് മാത്രം നരകത്തിൽ പോകില്ല, ബാക്കിയൊക്കെ പോകുന്നല്ല. വലാ യദ്ഖുലുൽ ജന്നത മുസിറുൻ അലൽ മഅസിയ, പാപത്തിൽ ശടിച്ചു നിൽക്കുന്നവൻ സ്വർഗത്തിലും പ്രവേശിക്കില്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് പരസ്പരം മാപ്പ് കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല വിശ്വാസി. ഖൈറുൽ ഖത്താഇന അത്തവാബൂൻ. അല്ലാതെ അതിൽ ഉറച്ചു നിൽക്കുന്നവനല്ല, അബദ്ധങ്ങൾ സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കുന്നവനല്ല, മറിച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്, പടച്ചവനോട് പാപമോചനം തേടുന്നവനാണ്. അങ്ങനെയുള്ളവൻ ഒരിക്കലും നരകത്തിലും പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇതേപോലെ കരഞ്ഞൊരുപാട് സംഭവങ്ങൾ നമ്മൾ പല ക്ലാസ്സുകളിലായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ലൊരു ഖാരി ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖിറാഅത്തിനെ കുറിച്ച് പറഞ്ഞത്, മൻ അറാദ അൻ യഅഖുദൽ ഖുർആന ഗല്ലൻ തരിയൻ ഫൽയഖറഉഹു അലാ ഖിറാഅത്തി ഇബ്നു ഉമ്മി അബ്ദ്, അഥവാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഖുർആൻ എനിക്കിറക്കപ്പെട്ട അതിന്റെ ആ ഫ്രഷ്നെസ്സോടുകൂടി, അതിന്റെ പുതുമയിൽ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേട്ടാൽ മതിയെന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കൊക്കെ അദ്ദേഹത്തോട് പറയും, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദ്, എനിക്ക് ഖുർആൻ ഓതിത്തരണം. ഒരിക്കൽ അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നബിയെ, ആ അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, നിങ്ങൾക്കിറക്കിയ ഖുർആൻ ഞാൻ ഓതിത്തരണോ? അതെ. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്ത ഒരാളിൽ നിന്ന് അതിന്റെ പാരായണം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൂറത്തു നിസാ അങ്ങനെ ഓതി അതിലെ 41-ാമത്തെ വചനമെത്തിയപ്പോൾ, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹഉലാഇ ഷഹീദാ, ഓരോ ഉമ്മത്തിൽ നിന്നും അവരെ തെളിച്ചു കൊണ്ടുവരുമ്പോൾ ഓരോ സാക്ഷിയുണ്ടാകും. ആ ഉമ്മത്തിന് നേതൃത്വം നൽകുക പ്രവാചകന്മാർ അവരോടൊപ്പം ഉണ്ടാകും. അന്ന് താങ്കളെ കൊണ്ടുവരുമ്പോൾ താങ്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന വചനമെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പാരായണം നിർത്താൻ ആവശ്യപ്പെടുകയാണ്. വതദ്ഹഖൂൻ, അവർ ചിരിക്കുന്നു. വലാ തബ്ഖൂൻ, ആയത്ത് കേൾക്കുമ്പോൾ അവർക്ക് കരച്ചിൽ വരുന്നില്ല, പക്ഷേ വിശ്വാസികൾ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഹുവ യുസല്ലി യഖറഉൽ ഖുർആന വലിജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുക മിൻ ശിദ്ദത്തിൽ ബുകാ. റസൂലുള്ളാഹിന്റെ നമസ്കാര വേളയിൽ ശക്തമായ കരച്ചിലിന്റെ തേങ്ങൽ കൊണ്ട് അവിടുത്തെ ഉള്ളിൽ നിന്ന്, ആന്തരികതയിൽ നിന്ന്, ചീനച്ചട്ടിയിൽ നിന്ന് കടുക് പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട് എന്നാണ്. അസീസുൽ മിർജൽ എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ നിന്ന് വെള്ളം തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് അസീസ് എന്ന് പറയുമ്പോൾ വരുന്നത്. ആ ശബ്ദം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദമാണത്. അങ്ങനെയായിരുന്നു അവരൊക്കെ ഖുർആനിനെ സമീപിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഇമാമ് നിൽക്കാൻ ആയിഷ ബീവിയോട് പ്രവാചകൻ ആവശ്യപ്പെടുന്നുണ്ട്, പിതാവിനോട് ഇമാമ് നിൽക്കാൻ പറയാം. മുറു ലിന്നാസി അബൂബക്കർ. എന്താണ് ആയിഷ ബീവി പറഞ്ഞത്? നബിയെ, നിങ്ങൾക്കറിയില്ലേ, എൻ്റെ പിതാവ്
റജുലുൻ നസീഫ്, നമസ്കരിക്കുമ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞ് ആ നമസ്കാരം ജനങ്ങൾക്ക് വഇന്നഹു ഇദാ ഖാമ മഖാമക ലം യുസ്മിഇ الناس മിൻ ഗലബത്തിൽ ബുകാ, കരച്ചിലിന്റെ ആധിക്യം കൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേൾക്കാൻ കഴിയില്ല എന്ന് താങ്കൾക്കറിയില്ലേ എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിശ്വാസികളുടെ അടയാളമായിട്ടാണ് പ്രമാണങ്ങളെ പരിഹസിക്കുക, അത് കേൾക്കുമ്പോൾ കരയാതിരിക്കുക എന്നുള്ളത്. വിശ്വാസികളുടെ അടയാളം എന്താണ്? ഫൈദാ സമിഉ മാ ഉൻസില ഇലൈക തറാ അയ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിശ്വാസികളുടെ കണ്ണുകൾ കണ്ണുനീർ പൊഴിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖർറു സുജ്ജദം വബുക്കിയ, കരഞ്ഞുകൊണ്ടവർ സാഷ്ടാംഗം നമിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു അത്തരം വിശ്വാസികളിൽ നാം ഇവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർ പരിഹസിക്കുന്നതും കളിയാക്കി ചിരിക്കുന്നതും അതുപോലെ കരയാതിരിക്കുന്നതും? അൻതും സാമിദൂൻ, സാമിദീങ്ങളാണ്. ലാഹൂൻ, സാമിദ് എന്ന് പറഞ്ഞ സാമിദൂൻ എന്ന് പറഞ്ഞ ലാഹൂൻ, ലാഹിയ, ഗഫലത്തിലാണ്. ഇത് ബോധ്യം വന്നിട്ടില്ല. ഇനി എന്നാണ് അവർക്ക് ബോധ്യം വരിക? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ നേരത്തെ പറഞ്ഞ പോലെ യൗമുൽ വഈദ്, യൗമുൽ ഖിയാമയുടെ മറ്റൊരു പേരാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനം. ഇസ്രാഫിൽ കാഹളത്തിൽ ഊതുമ്പോൾ അപ്പോഴാണ് അവർക്ക് അത് ബോധ്യപ്പെടുക. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്, ഓരോ ദേഹത്തെയും തെളിച്ചു കൊണ്ടുവരും, അവരോടൊപ്പം ഒരു സാക്ഷി ഉണ്ടാകും. ഒന്നുകിൽ മലക്കുകളായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം തഫ്സീറുകളിൽ. ആരാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ? ഏതായാലും ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, അവർ ആകെ അത്ഭുതത്തിലാണ്. കാരണം ഇത് പരലോകം വരാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അത്ഭുതപ്പെട്ടു, ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ അവർ സംഭവിച്ച് കാഹളത്തിൽ ഇസ്രാഫീൽ ഊതി ഖബറിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴും അത്ഭുതത്തിലാണ്. എന്താണ് അപ്പോൾ അത്ഭുതം കൂടാനുള്ള കാരണം? ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെയുള്ളൊരു ദിവസത്തെക്കുറിച്ച് പ്രവാചകന്മാർ താക്കീത് നൽകിയപ്പോൾ അവർ അശ്രദ്ധയിലേക്ക് ആണ്ടുപോയി. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലെ ചില നൈമിഷിക സുഖങ്ങളിലാണ് യഥാർത്ഥ ജീവിതം എന്നവർ തെറ്റിദ്ധരിച്ചു പോയി. ഇവിടത്തെ ആഡംബരങ്ങള്, ഇവിടത്തെ ജോളി അല്ലേ, ഇവിടെ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കണം. അതിനാരൊക്കെയാണോ തടസ്സം അവരൊക്കെ തട്ടണം. അത് കുടുംബ ബന്ധമായാലും ശരി, അയൽപക്ക ബന്ധമായാലും ശരി, സുഹൃത്ത് ബന്ധമായാലും ശരി, ആരും പാടില്ല. എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം? ദുനിയാവിലുള്ള ജീവിതമാണ് ശാശ്വതം. ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, ആജിലത്തിനവർ വല്ലാതെ പ്രണയിച്ചുപോയി, ആഖിറത്തിനെ അവർ തട്ടിക്കളഞ്ഞു. തദറൂനൽ ആഖിറ, വദറ എന്ന് പറഞ്ഞ പുറകോട്ട് വലിച്ചെറിയാൻ. അതാണ് യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധയിലേക്ക് പോയി. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക്, ഈ അശ്രദ്ധയിലേക്ക് അവരെ തള്ളിവിട്ടിരുന്ന ഒരു മൂടി ഉണ്ടായിരുന്നു. മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ ഒരു ബാരിയർ വീഴുന്നുണ്ട്. അവന്റെ പാപത്തിന്റെ കറകൾ
കല്ല ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞില്ല, ഹൃദയത്തിൽ വീഴുന്ന കറുത്ത കറുത്ത കുത്തുകൾ ഇങ്ങനെ കൂടി 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 അവസാനം ഒരു മതിൽ കെട്ട് പോലെ അവിടെ നിൽക്കും. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ. നന്മ പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാൻ കഴിയില്ല, തിന്മ പറഞ്ഞു കൊടുത്താൽ അത് തിരിച്ചറിയാനും കഴിയില്ല. സുയ്യിന ലഹുമു ശൈത്വാനു അഅ്മാലഹും. ശൈത്താൻ അവർക്കൊരു ഫ്രെയിം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അവർക്ക് നന്മയായിട്ട് അവൻ തോന്നിച്ചു കൊടുക്കും, അതിനെ ന്യായീകരിക്കും. ഇതെല്ലാം അബദ്ധമായിരുന്നു എന്നവർക്ക് എന്നാണ് ബോധ്യപ്പെടുക? അവരുടെ മരണവേളയിൽ ഫകശഫ്നാ അൻക ഗിതാഅക്. ഈ മൂടി അങ്ങ് നീങ്ങും. അപ്പൊ അവർക്ക് ബോധ്യപ്പെടും പരലോകം യാഥാർത്ഥ്യമാണ്. അതുവരെ കാണാത്ത സൃഷ്ടികൾ അവർ കാണും, മലക്കുകളെ കാണും. സ്വർഗം ആണെങ്കിൽ സ്വർഗം കാണും, നരകമാണെങ്കിൽ നരകം കാണും. കാരണം ഫഫസറുക്കൽ യൗമ ഹദീദ്, കണ്ണിന് ഭയങ്കര ഷാർപ്പ്നെസ് ആയിരിക്കും എന്ന്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ കണ്ണടക്കണം എന്ന് പറയുന്നത്. മരിച്ച ഉടനെ കണ്ണടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട വേളയിൽ അവിടെ കടന്നു വന്നപ്പോൾ ആദ്യം ചെയ്തത് കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം എല്ലാം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവന്റെ ആത്മാവിനെ കണ്ണിങ്ങനെ തുടർന്ന് പിന്തുടരുമെന്നാണ്. അപ്പൊ ബോധ്യപ്പെടേണ്ടത് അന്നല്ല, ആത്മാവ് പോയതിന് ശേഷമല്ല. വജാഅത്ത് സക്രത്തുൽ മൗത്തി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. അതാണ് സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ ആസ്വാദനം, അതിന്റെ ആ സക്രത്ത്, അതിന്റെ ലഹരി. മരണം ഒരു ലഹരിയാണ്. ഒന്നുകിൽ നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം. രണ്ടായാലും അത് അനുഭവിക്കും മനുഷ്യൻ. ദാലിക മാ കുൻത മിൻഹു തഹീദ്. നമ്മൾ തള്ളി മാറ്റിയിരുന്ന ആ യാഥാർത്ഥ്യം അതവിടെ ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് അവൻ ദുനിയാവിൽ നിന്ന് ബോധ്യപ്പെടേണ്ട ആ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ദുനിയാവിൽ നിന്നാണ് ബോധ്യപ്പെടേണ്ടത്, അല്ലാതെ പരലോകത്ത് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ മരണപ്പെടുന്ന വേളയിലല്ല. അപ്പൊ ബോധ്യപ്പെട്ട ആളാണ് ഫിർഔൻ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ആമൻതു ബിറബ്ബി മൂസ ഹാറൂൻ. ആമൻതു ബിറബ്ബി ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലികൾ വിശ്വസിച്ച അള്ളാഹുവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹ് ചോദിച്ചു, ആൽ ആന വഖദ് അസ്വൈത മിൻ ഖബൽ. ഇതുവരെ നിഷേധിച്ചിട്ട് ഇപ്പോഴാണോ? ഇനി കാര്യമില്ല, പ്രയോജനമില്ല. അതിന്റെ പരീക്ഷ കഴിഞ്ഞൊരു പേപ്പറൊക്കെ കൊടുത്തതിന്റെ ശേഷം ഉത്തരം ഓർമ്മ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. പരീക്ഷണത്തിന്റെ സമയം കഴിഞ്ഞു മരണത്തോടെ. മരണം ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്നതോടുകൂടി പിന്നെ പ്രയോജനമില്ല. അതുകൊണ്ട് അതിന്റെ മുമ്പ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുവാൻ സാധിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. അതുവരെ അശ്രദ്ധയിൽ നടന്നവൻ അപ്പോൾ പിന്നെ ശ്രദ്ധാലുവായി മാറും. പക്ഷേ പ്രയോജനമില്ലാത്ത, കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, മടക്കിത്തരണം എന്ന വാക്ക് ഒരു പൊയ് വാക്കായി മാറും. അതുകൊണ്ട് ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ, ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ. അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുക, സുജൂദ് ചെയ്യുക. വഅ്ബുദൂ, അവൻ ആരാധിക്കുക. മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുക, അവന് ഇബാദത്തെടുക്കുക. വഅ്ബുദ് റബ്ബക ഹത്താ യഅ്തിയകൽ യഖീൻ. യഖീൻ വരുന്നത് വരെ അള്ളാഹനെ ആരാധിക്കണം. സൂഫികൾ പറഞ്ഞതുപോലെ
അള്ളാഹുണ്ടെന്ന് ബോധ്യപ്പെടുന്നത് വരെ എന്നല്ല. യഖീൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും സംഭവ്യമായ കാര്യം, ഉറപ്പുള്ള കാര്യം, അതാണ് യഖീൻ. അതെന്താണ്? അത് മരണമാണ്, എല്ലാവർക്കും ഉറപ്പാണ്. ആ മരിക്കുന്നത് വരെ അള്ളാഹുവിനെ ആരാധിക്കണം, സുജൂദ് ചെയ്യണം. ഇബ്ലീസ് ആദം സന്തതികൾ സൂറത്തുകൾ ആയത്തുകൾ കേൾക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദിലുള്ള ഈ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ ആജ്ഞാപിക്കപ്പെട്ട വചനമാണിത്. റസൂലുള്ളാഹി സുജൂദ് ചെയ്തു. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ അറിയാതെ അതിന്റെ മാധുര്യം ആസ്വദിച്ച് കേട്ടാസ്വദിക്കാൻ വേണ്ടി ഒളിഞ്ഞു നിന്നിരുന്ന ശത്രുക്കൾ പോലും സുജൂദ് ചെയ്തു എന്ന പ്രവാചകന്റെ കൂടെ. എന്തേ കാരണം? ഇതിന്റെ ആകർഷണീയതയിൽ അവർ അകപ്പെട്ടു. പ്രത്യക്ഷത്തിൽ നിഷേധിക്കുമ്പോഴും ഇതിന്റെ സുന്ദരമായ ആ പ്രവാചകന്റെ പാരായണത്തിൽ അവർ ആകൃഷ്ടരായി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇൻഹാദ ഇല്ലാ സിഹ്റു യുഅ്തർ. മനുഷ്യ മനസ്സുകളെ സ്വാധീനം ചെലുത്തുന്ന എന്തോ ഒരു മാസ്മരിക ശക്തി അതിനുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദം സന്തതികൾ സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസ് വിട്ടുനിന്ന് കരയുമെന്നാണ്. എന്താ കാരണം? അവൻ പറയും, യാ വൈലി ഉമിറബിനു ആദമ ബിസ്സുജൂദ് ഫസജദ ഫലഹുൽ ജന്ന വഉമിർതു ബിസ്സുജൂദ് ഫഅബൈതു ഫലിയന്നാർ. അന്ന് ആദം നബിയെ സൃഷ്ടിച്ചപ്പോ എന്നോട് സ്തുദൂലി ആദം എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് ഞാൻ ശപിക്കപ്പെട്ടവനായി മാറി, എനിക്ക് നരകമാണ്. ഇതേ കൽപ്പന ആദം സന്തതികളോട് നൽകിയപ്പോഴോ അവർ അനുസരിച്ചു. ഫലഹുൽ ജന്ന, അതുകൊണ്ട് അവർക്ക് സ്വർഗം കിട്ടി എന്ന് പറഞ്ഞ് പിശാച് ശൈത്താൻ അട്ടഹസിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ 10-15 ശരിയായ വീക്ഷണപ്രകാരം 15 സ്ഥലങ്ങളിൽ ഈ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേളയിൽ പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. എന്നെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി എന്നെ ശരിപ്പെടുത്തിയ നാഥന്റെ മുന്നിൽ ഞാനിതാ എൻ്റെ മുഖം വെച്ചിരിക്കുന്നു. അതാണ് അഖിം വജ്ഹക ലിദ്ദീൻ, നിന്റെ മുഖം നീ ദീനിന് വേണ്ടി സമർപ്പിക്കണം, കീഴൊതുങ്ങണം. ദീൻ എന്ന് പറഞ്ഞ ധാന എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയെന്ന. സുജൂദാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കീഴ്വടക്കത്തിന്റെ പ്രതീകം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദം സന്തതികൾ അഖറബുമായ കൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅഖ്ഫിറു ദുആഅ ഫീഹി. ഒരു അടിമ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വിധേയപ്പെട്ടവനായ അടിമയാകുന്നത് സുജൂദിലാണ്. അതുകൊണ്ട് ആ സമയങ്ങളിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണമെന്നാണ്. പല പ്രാർത്ഥനകളും. ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ഇന്നലെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു വൃക്ഷം സുജൂദ് ചെയ്തു എന്നാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചെടി, ഒരു 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 മരം അദ്ദേഹത്തിന്റെ കൂടെ സുജൂദ് ചെയ്തു. ഖുർആൻ പറഞ്ഞതാണത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശ്ശജറു വദ്ദവാബു വകതീറുൻ മിനൻ നാസ് വകതീറുൻ ഹഖ്ഖത് അലൈഹിൽ അദാബ്. അവർ കണ്ടിട്ടില്ലേ ആകാശഭൂമികളിലുള്ള സകലതും, നക്ഷത്രങ്ങളും, വന്നജമു വശ്ശജറു യസ്ജുദാൻ, സൂര്യനും ചന്ദ്രനും നക്ഷത്രവും പർവ്വതങ്ങളും അതേപോലെ തന്നെ ഇഴജന്തുക്കളും മനുഷ്യരിൽ ഭൂരിപക്ഷവും, കുറേ മനുഷ്യന്മാർ ചെയ്യാത്തവരും. മനുഷ്യരെ പറ്റി പറഞ്ഞപ്പോൾ വേർതിരിച്ചു, ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട്. പക്ഷേ മറ്റു ജീവജാലങ്ങൾ അങ്ങനെയല്ല, എല്ലാം സുജൂദ് ചെയ്തേ പറ്റൂ, ചെയ്യുന്നവരാണ്. അതിൽ വശ്ശജർ, മരവുമുണ്ട്.
അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലാണെന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. മരം സുജൂദ് ചെയ്തു. അദ്ദേഹം സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മരവും സുജൂദ് ചെയ്തു. ഇതിന് മാത്രമല്ല, വൃക്ഷം പ്രാർത്ഥിക്കുന്നത് നബിയെ ഞാൻ കേട്ടു. അല്ലാഹുമ്മ അക്തുബ് ലീ ബിഹാ ഇൻദക അജ്റ വദഅ അന്നി ബിഹാ വിസ്റ വജഅൽഹാ ലി ഇൻദക ദുഖ്റ വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്. അല്ലാഹുവേ, എനിക്ക് ഈ സുജൂദിന്റെ പ്രതിഫലം നീ നൽകണേ. എൻ്റെ പാപങ്ങൾ എന്നിൽ നിന്ന് നീ എടുത്തു കളയണേ. വൃക്ഷം പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അടുക്കൽ എനിക്ക് നീ ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് നീ സ്വീകരിക്കണേ. നിന്റെ വിനയാന്യതനായ അടിമ ദാവൂദിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ എന്നാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ റുക്കൂഇനെ കുറിച്ചും സാഷ്ടാംഗത്തെ കുറിച്ചൊക്കെ സൂറത്ത് സ്വാദിൽ പറയുന്നുണ്ട്. വസ്തഗ്ഫറ റബ്ബഹു വഖറ റാക്കിഅൻ വഅനാബ് ഫഗഫർനാ ലഹു ദാലിക വഇന്ന ലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഇസ്തിഗ്ഫാർ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിക്കുകയും അദ്ദേഹം സാഷ്ടാംഗത്തിലേക്ക് റുക്കൂഇലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് വീണുപോവുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകി. ആ പ്രയത്നം, ആ സാഷ്ടാംഗവും റുക്കൂമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള ഒരു സുൽഫയായിട്ട്, ഒരു സാമീപ്യ മാർഗമായിട്ട് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. എത്ര ശുഭകരമായ ഒരു പര്യവസാനമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വൃക്ഷം സുജൂദ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. അത് സഹാബി കേൾക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ഈ സംഭവം പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്തോതി ആ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയും ഈ വൃക്ഷം പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിർവഹിക്കുകയും ചെയ്തത് ഞാൻ കേട്ടു എന്നാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളും ആ സന്ദർഭത്തിൽ ഉരുവിടാവുന്നതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ മുന്നിൽ ആ മുറ്റത്ത് സുജൂദ് ചെയ്യുമ്പോഴാണല്ലോ അബൂജഹൽ പ്രവാചകന്റെ പിരടിക്ക് ചവിട്ടാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് കാത്തുനിന്ന് അവസാനം വിശുദ്ധ ഖുർആൻ വചനമിറക്കിയ സൂറത്തുൽ അലഖിൽ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ അവസാനം കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അടിമ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുമ്പോൾ ഭക്തി കൊണ്ടും നന്മ കൊണ്ടും സന്മാർഗം കൊണ്ടും കൽപ്പിക്കുന്ന ഈ അടിമയെ തടയാൻ എന്താണ് നിങ്ങൾക്ക് അധികാരം? പ്രവാചകർ അവരെ മുഖവിലക്കെടുക്കേണ്ടതില്ല. താങ്കൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവരനുസരിക്കരുത്. അള്ളാഹുവിനെ അനുസരിക്കുകയും വസ്ജുദ് വഖ്തരിബ്, സുജൂദ് ചെയ്യുകയും അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആജ്ഞാപിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി നമ്മുടെ സിലബസില ക്വിസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നാം തിരഞ്ഞെടുത്ത അധ്യായം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല. പിറ്റത്തെ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ചയല്ല, 13-ാം തീയതി വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ എക്സാം ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഗ്രൂപ്പിലൂടെ വരും. ഈ ഉദ്ദേശിക്കുന്നത് ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ഒരു 15 ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പൂരിപ്പിക്കാനുള്ള ഒരു 10 ചോദ്യം. അതിൽ പക്ഷേ വാക്ക് അർത്ഥം വരാം. അതേപോലെ തന്നെ പല പ്രാർത്ഥനകൾ നമ്മൾ ക്ലാസ്സുകളിൽ, മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പൂരിപ്പിക്കാൻ ചോദിക്കാം. അങ്ങനെയുള്ള ഒരു 10 ചോദ്യം ഉണ്ടാകും. അതേപോലെ തന്നെ ഷോർട്ടായിട്ട് എഴുതാനുള്ള 2 മാർക്കിനുള്ള ഒരു 5 ചോദ്യം. പിന്നെ സമാനമായി വന്ന ആയത്തുകളെ പരിചയപ്പെടുത്തുന്ന 2.5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ.
പിന്നെ 5 മാർക്കിൻ്റെ 2 ചോദ്യമായിട്ട് എസ്സെ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും പരമാവധി പഠിക്കുക. പരീക്ഷ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, പരലോക വിജയമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ, ഗിഫ്റ്റുകൾ, അതേപോലെ തന്നെ സർവോപരി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പടച്ചവനെക്കുറിച്ചുള്ള അറിവും വിശുദ്ധ ഖുർആനിൻ്റെ അവഗാഹങ്ങളും ഇതൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സർവശക്തൻ ഇതിനെ പരിപൂർണ വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഓടി നമുക്ക് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീഥി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ وأنتم سامدون فاسجدوا لله واعبدوا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.